റെഡ് ബുൾ കണ്ടുപിടിച്ചത് ഒരു ആന്റിബയോട്ടിക് സെയിൽസ്മാൻ ആണ്. 1923 തായ്ലൻഡിൽ ഒരു പാവപ്പെട്ട ഫാമിലിയിലാണ് ചാലി യുവതി ജനിക്കുന്നത്. ചാലിയുടെ ഫസ്റ്റ് ജോലിക്കായിട്ട് ബാങ്കോക്കിൽ തൻ്റെ ബ്രദറിൻ്റെ ഒരു ഫാർമസി ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ജോയിൻ ചെയ്ത്, ആന്റിബയോട്ടിക് സെയിൽസ്മാനായിട്ട് ജോയിൻ ചെയ്തത്. അവിടെ കുറേ വർഷം സെയിൽസും മാർക്കറ്റിങ്ങും ഒക്കെ പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്ത് 1960 TCP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിലാണെങ്കിൽ കുറേ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ക്ഷീണം മാറ്റാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ജപ്പാനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ലിപ്പോ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ടോണിക് വാങ്ങിച്ചു കുടിക്കാൻ ശ്രദ്ധിച്ചു. കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. ഈ ലിപ്പോ വിറ്റാമിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കഫൈനും ബി വിറ്റാമിൻസ് അല്ലാണ്ട് ടോറിൻ എന്നുള്ളൊരു കെമിക്കൽ ന്യൂട്രിയൻ്റ് ഉണ്ട്. ഈ ടോറിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണം മാറ്റിയിട്ട് നമുക്ക് എനർജി കിട്ടും. അപ്പം എന്ത് ചെയ്ത് പണിക്കാരൊക്കെ എന്ത് ചെയ്ത് കുറേ ഇത് വാങ്ങിച്ചു കുടിക്കണ്ടായിരുന്നു. ആ ടൈമിൽ ചാലു എന്ത് ചെയ്ത് ടോറിനെ കുറിച്ച് പഠിക്കുകയും ചെയ്ത് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1970 ആയ സമയത്താണെങ്കിൽ ഫാക്ടറി വർക്കേഴ്സിൻ്റെയും അതേപോലെ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെയും കൺസ്ട്രക്ഷൻ ലേബേഴ്സിൻ്റെ ഒക്കെ വർക്കിംഗ് അവേഴ്സ് കൂടി. ഇവർക്കാണെങ്കിൽ ചീപ്പായിട്ടുള്ള അത്യാവശ്യം സ്വീറ്റായിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് വേണം. ഈ ഒരു പ്രോബ്ലം ചാലു ഫിഗർ ഔട്ട് ചെയ്ത്. അങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് 1975 ആയപ്പോൾ ടോറിനും കഫൈനും ബി വിറ്റാമിൻസും ഷുഗറൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഒരു എനർജി ഡ്രിങ്കിൻ്റെ ഫോർമുല ചാലിയ കണ്ടുപിടിച്ചു. അങ്ങനെ 1976 ക്രാറ്റിംഗ് ടാങ്ക് എന്ന പേരിൽ തായ്ലാൻഡിലെ സ്വന്തം എനർജി ഡ്രിങ്ക് ചാലിയ ലോഞ്ച് ചെയ്ത സമയത്ത് വർക്കേഴ്സിനും ഫൈറ്റേഴ്സിനും ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ബാക്കിയുള്ളവരെല്ലാവരും വാങ്ങിച്ചു കുടിക്കാൻ തുടങ്ങി. പിന്നീട് തായ്ലാൻഡിലെ എക്സ്ട്രീംലി പോപ്പുലർ എനർജി ഡ്രിങ്ക് ആയിട്ട് ക്രാറ്റിംഗ് ടാങ്ക് മാറി. അപ്പോഴും ക്രാറ്റിംഗ് ടാങ്ക് എന്ന പേര് റെഡ് ബുൾ എന്നല്ല. ആ ടൈമിലാണ് ആസ്ട്രേലിയയിൽ നിന്നൊരു മാർക്കറ്റിംഗ് ഗായ് ഡീട്രിച്ച് മാസ്ട്രിച്ച് എന്ത് ചെയ്യുന്നത് തായ്ലാൻഡിലോട്ട് ഒരു വെക്കേഷനായിട്ട് വരുന്നത്. പുള്ളി ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ക്ഷീണിച്ച സമയത്ത് എന്ത് ചെയ്ത് ഒരു ക്രാറ്റിംഗ് ടാങ്ക് വാങ്ങിച്ച് കുടിച്ച് പുള്ളിയുടെ ക്ഷീണം മൊത്തം മാറി. പുള്ളിക്ക് ഈ ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ആലോചിച്ച് ഈ ഡ്രിങ്ക് തായ്ലാൻഡിൽ ഭയങ്കര പോപ്പുലറാണ്, എന്തുകൊണ്ട് യൂറോപ്പിലോട്ട് കൊണ്ടുവന്നുകൂടാ? പുള്ളി എന്ത് ചെയ്യുന്ന പറയുക നേരെ ഒരു പാർട്ട്ണർഷിപ്പ് പ്രപ്പോസലായിട്ട് എന്ത് ചെയ്ത് ചാലുവിനെ കാണാൻ പോയി. രണ്ടുപേരും ക്രാറ്റിംഗ് ടാങ്ക് എന്ത് ചെയ്യുന്നു ഗ്ലോബൽ ബ്രാൻഡാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ക്രാറ്റിംഗ് ടാങ്കിൻ്റെ പേരിലും ടേസ്റ്റിലും ക്യാൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുത്തിയിട്ട് 1987 ആസ്ട്രേലിയയിൽ റെഡ് ബുൾ എനർജി ഡ്രിങ്ക് ലോഞ്ച് ചെയ്തിട്ട് പിന്നീട് ഗ്ലോബൽ ബ്രാൻഡാക്കാൻ വേണ്ടി ഡീട്രിച്ച് എന്ന മാർക്കറ്റിംഗ് ചെയ്ത കുറേ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറയുന്നതാണ്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വീഡിയോയിൽ ഡീട്രിച്ചിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ് ഞാൻ കൂടുതലും പറയാൻ പോകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ തായ്ലൻഡിലെ വർക്കേഴ്സിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു എനർജി ഡ്രിങ്ക് ഇപ്പോൾ ലോകത്തിൽ 170 കൂടുതൽ രാജ്യങ്ങളിൽ ഓരോ വർഷവും 13.9 ബില്യൺ ക്യാൻസ് വിൽക്കുന്ന ലോകത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് എനർജി ഡ്രിങ്ക് ആയിട്ട് മാറി. ദാറ്റ്സ് ഇറ്റ്.